അസ്സലാമു അലൈക്കും. ജാസ്മിൻ പറയുന്നതിന് ജമാൽ ഒരു എതിരഭിപ്രായം പറയുന്നില്ല എന്നത് നബീസു പ്രത്യേകം ശ്രദ്ധിച്ചു. അവർ പതിയെ തൻ്റെ മകളെ നോക്കി. ഉമ്മ നോക്കുന്നത് കണ്ടപ്പോൾ ആബിദക്കും കാര്യം മനസ്സിലായി. അതെങ്ങനെ ശരിയാവും? ഒരു തവണയെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കാണണ്ടേ? അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് വിചാരിക്കും? ആബിദ പെട്ടെന്ന് പറഞ്ഞു. ജമാൽ ജാസ്മിൻ പറയുന്നത് മുഴുവനും അക്ഷരം കേൾക്കുന്നത് അവൾക്ക് തികച്ചും അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത്. ജമാൽ ഹോസ്പിറ്റലിൽ പോകണമെന്ന് അവർക്കും ആഗ്രഹമില്ലായിരുന്നു. എങ്കിലും അവൾ പറഞ്ഞത് അങ്ങനെയാണ്. എന്തിനെ? അതിൻ്റെ ഒരു ആവശ്യമില്ല, വാശിയോടെ ജാസ്മിൻ പറഞ്ഞു. അവളെ ഒഴിവാക്കാൻ പോവുകയാണ് എന്നല്ലേ പറഞ്ഞത്? പിന്നെ പോകുന്നത് എന്തിനാണ്? കുട്ടിയുണ്ടെങ്കിൽ കുട്ടിയെങ്കിലും പോയി കാണാമായിരുന്നു. കുട്ടി മരിച്ചില്ലേ? അതോടെ എല്ലാവർക്കും മിണ്ടാട്ടം മുട്ടി. ഇനി പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി വരി. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. എനിക്കും അവളെ ഒന്ന് കാണണം. അത് വേണ്ട, പെട്ടെന്ന് ജമാൽ പറഞ്ഞു. വേണം. എന്തോ ഓർത്തുകൊണ്ട് നബീസ് പറഞ്ഞു. തങ്ങൾ 4 പേരും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും സാബി തങ്ങളെ കണ്ട് ഒന്നും മിണ്ടാനാവാതെ കിടക്കുന്നതുമായിരുന്നു അവരുടെ മനസ്സിൽ. 2 കുട്ടികളും ഇവിടെയില്ലേ? അവരെ 2 പേരെയും ഹോസ്പിറ്റലിലാക്കണമല്ലോ. അവർക്ക് തനിയെ പോകാനുള്ള പ്രായമായിട്ടില്ല. അത് ഓർക്കുന്നതാണ് നല്ലത്. അവർ 2 പേരും നിൻ്റെ മക്കളാണ്. സാബിയെ ഒഴിവാക്കിയാലും ജമാലെ, നിനക്ക് മക്കളെ ഒഴിവാക്കാൻ പറ്റില്ല. അത് പറയുമ്പോൾ ജാസ്മിൻ്റെ മുഖത്തേക്ക് തന്നെയായിരുന്നു നബീസുവിൻ്റെ നോട്ടം. അവളെ പരമാവധി അസ്വസ്ഥപ്പെടുത്തുക എന്നതായിരുന്നു ആ പറച്ചിലിൻ്റെ ഉദ്ദേശം. അവർ പ്രതീക്ഷിച്ചതുപോലെ ജാസ്മിൻ്റെ മുഖത്ത് ചുവപ്പ് പടർന്നു. അത് ശരിയാണ്, കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ. എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. തള്ളയും മകളും ഒരു നടക്ക് പോകില്ല എന്ന് ജാസ്മിൻ ഓർത്തു. തൻ്റെ നിക്കാഹ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. 1-2 ദിവസം കഴിഞ്ഞാൽ 2നെയും കൊണ്ട് മൂക്ക് കൊണ്ട് ഞാൻ ക്ഷ വരിപ്പിക്കും. അവൾ മനസ്സിലോർത്തു. അതിന് ഇക്ക് തന്നെ വരണോ? നിങ്ങൾക്ക് 2 പേർക്കും പോയാൽ മതിയല്ലോ. ഇക്ക് ഒരു കാര്യം ചെയ്യും, ഒരു ഓട്ടോ വിളിച്ചു കൊടുക്കൂ. ഉമ്മയും ആബിദയും പോയി കുട്ടികളെ ഹോസ്പിറ്റലിലാക്കി വരട്ടെ. അതോടെ നബീസും ആബിദയും പരസ്പരം നോക്കി. ജാസ്മിൻ ആൾ കൊള്ളാമല്ലോ എന്ന് അവർ ഓർത്തു. അതിന് മറുപടി പറയാൻ വന്നതാണ് ആബിദ. അപ്പോഴേക്കും അവളുടെ മക്കൾ ഫോണുമായി ഇങ്ങോട്ട് വന്നു. ഉമ്മച്ചി, ഉപ്പ് വിളിക്കുന്നു. നിവൃത്തിയില്ലാതെ ആബിദ ഫോൺ വാങ്ങി. അവൾക്ക് അപ്പോൾ തൻ്റെ ഭർത്താവിനോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ റാഫി ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു. അയാളുടെ സ്വഭാവം പേടിച്ചിട്ട് തന്നെ അവൾക്ക് ആ കോൾ എടുക്കാതിരിക്കാൻ കഴിയില്ല. അസ്സലാമു അലൈക്കും ഇക്ക. കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ആബിദ പറഞ്ഞു. പിന്നെ തൻ്റെ സംസാരം മറ്റുള്ളവർ കേൾക്കാതിരിക്കാനായി പുറത്തേക്ക് നടന്നുപോയി. വലൈക്കും അസ്സലാം. ഇക്ക എന്താണ് ഈ സമയത്ത്? സാധാരണ ഈ സമയത്ത് വിളിക്കാറില്ലല്ലോ. അതുകൊണ്ട് ചോദിച്ചാട്ടോ. പിന്നെ നിന്നെ വിളിക്കാൻ ഞാൻ നേരും കാലം നോക്കണോ? അല്പം കടുത്ത സ്വരത്തിലായിരുന്നു റാഫിയുടെ ചോദ്യം. അങ്ങനെ പറഞ്ഞോ ഇക്ക? സാധാരണ വിളിക്കാത്ത സമയത്ത് വിളിച്ചപ്പോൾ വെറുതെ ചോദിച്ചതല്ലേ. ഇക്ക പറയൂ. അല്ല, സാധാരണ നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വിളിക്കുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ ആബിദ. ആബിദയ്ക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി. തൻ്റെ ഇക്ക വീട്ടിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞുള്ള വിളിയാണെന്ന് അവൾക്ക് തോന്നി. അവൾക്കുള്ളിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. റാഫി ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. നല്ല സ്വഭാവമാണെങ്കിലും ചില സമയത്ത് അയാൾക്കൊരു മുരട്ട് സ്വഭാവം വരാനുണ്ട്. അവൾ പതിയെ ചുറ്റും നോക്കി. തൻ്റെ അടുത്തൊന്നും ആരുമില്ല. അവൾ കേട്ടു. എന്താണിക്ക? സ്വരത്തിൽ പരമാവധി സ്നേഹം കലർത്തി അവൾ വിളിച്ചു. പിന്നെ ഞാനൊന്നും അറിയുന്നില്ലെന്ന് ഈ കരുതട്ടോ. നിങ്ങൾക്കൊന്നും നാണവും മാനുമില്ലേ? എന്താണിക്ക ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് വിഷമം വരും കേട്ടോ. നീയൊക്കെ കുറച്ച് വിഷമിക്കുന്നത് നല്ലത് തന്നെയാണ് ആബി. നിന്റെ മനസ്സൊക്കെ അത്രയ്ക്കും വിഷല്ലേ? തൻ്റെ ഭർത്താവ് എല്ലാം അറിഞ്ഞിട്ടുള്ള വിളി തന്നെയാണെന്ന് ആബിദക്ക് മനസ്സിലായി. അതോടെ അവൾ മൗനം പാലിച്ചു. നീ എന്താണ് ഒന്നും മിണ്ടാത്തത്? അല്ലെങ്കിലും നിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണല്ലോ. തെറ്റ് നിങ്ങളെ ഭാഗത്താണെങ്കിൽ പിന്നെ വായിൽ കമ്പിട്ട് കുത്തിയാൽ പോലും ഒരക്ഷരം മിണ്ടൂല. ഞാനെന്ത് ചെയ്യാനാണ് ഇക്ക? എല്ലാം ജമാലിൻ്റെ ഇഷ്ടമല്ലേ? അവനൊരു പെണ്ണിനെ ഇഷ്ടമായെന്ന് പറഞ്ഞു. അത് അംഗീകരിച്ചു കൊടുക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഞാനും അവനെ ഒരുപാട് ഉപദേശിച്ചതാണ്. ഇക്കറിഞ്ഞാൽ വഴക്ക് പറയുന്ന വരെ ഞാൻ പറഞ്ഞു നോക്കി. നിങ്ങൾക്ക് അവനെ ഒന്ന് വിളിച്ച് ഉപദേശിച്ചുണ്ടായിരുന്നോ? അവൻ്റെ ഒരേ ഒരു അളിയനല്ലേ? നിങ്ങളോട് അവന് വലിയ ബഹുമാനമാണ്. നിങ്ങൾ പറഞ്ഞാൽ അവൻ അനുസരിക്കായിരുന്നു. അതിന് ഞാൻ അവനെ എത്ര തവണ വിളിച്ചോ? ജമാൽ എടുക്കണ്ടേ മോനെ? അല്ലെങ്കിലും നിങ്ങൾ ഫോൺ എടുക്കാത്തന്നെ നല്ലേ. നിങ്ങൾക്ക് കുറച്ച് ഉപദേശിക്കൽ കൂടുതലാ, ആബിദ മനസ്സിൽ പറഞ്ഞു. അത് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ജമാൽ എടുത്തിട്ടുണ്ടാവില്ല. എന്നാലും ആബിദ, നീയൊക്കെ ചെയ്തത് വളരെ മോശമായി. അവന് വേറെ കല്യാണം കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതും അവൻ്റെ ഇഷ്ടം. എങ്കിലും സാബി ഇത്രയും കാലം അവൻ്റെ ഭാര്യയായിരുന്നല്ലോ.
ലൈലാത്തെ വിളിച്ചപ്പോഴല്ലേ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. നിന്നെയൊക്കെ ചാണകത്തിൽ ചൂലി മുക്കി അടിക്കുകയാണ് വേണ്ടത്. ഇത്രയും സീരിയസ് ആയിട്ട് സാബി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒന്ന് വിളിച്ചു പോലും നോക്കാതെ നീയും നിൻ്റെ ഉമ്മയും കറങ്ങി നടക്കുകയാണല്ലേ. എന്നെക്കൊണ്ട് അധികമൊന്നും പറയിപ്പിക്കേണ്ട. നീ മര്യാദയ്ക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി സാബിയെ ഒന്ന് കാണാൻ പോ. അവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാലോ. എന്നെക്കൊണ്ട് കൂടുതലൊന്നും ഈ പറയിപ്പിക്കണ്ട. എൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. ആ സ്വഭാവം തന്നെയാണ് ഇനിയും എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിലേ എൻ്റെ പൊന്നു ആബിദ, നീ കുറച്ച് വെള്ളമൊക്കെ കുടിക്കേണ്ടി വരും കേട്ടോ. ആ ഇക്ക, ഞങ്ങൾ പോകാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് ഇക്ക വിളിച്ചത്. പോവാൻ എന്താ മാറ്റി നിൽക്കാണ്. ഇപ്പോൾ തന്നെ പോവാം. ആ പോയാൽ നിനക്ക് നല്ലത്. വിവരങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല എന്നൊന്നും ഈ വിചാരിക്കണ്ട. നിന്നെ അറിയാലോ. ആ ഇക്ക, പോകാം. അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. ലൈല എല്ലാം തൻ്റെ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. റാഫിക്ക് സാബിയോട് അല്പം സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം. ഒന്നാമത് സാബിയുടെ സ്വഭാവം തന്നെയാണ്. എല്ലാവരോടും അവൾക്ക് നല്ല സ്നേഹമാണ്. റാഫിക്ക് സഹോദരിമാരില്ല. അയാൾക്ക് സാബിയോട് ഒരു സഹോദര സ്നേഹമാണ് ഉള്ളത്. സാബിയും റാഫിയെ നന്നായി പരിഗണിക്കാറുണ്ട്. റാഫിയുടെ വീട്ടുകാർക്കും സാബിയോട് നല്ല സ്നേഹമാണ്. അവർ കേക്ക് ആരെയും അറിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തന്നെ അവർക്ക് തൻ്റെ വീട്ടുകാരോട് അത്ര അടുപ്പമില്ല. എന്താ മോളെ, റാഫി എന്തിനാണ് ഈ നേരത്തെ വിളിച്ചത്? എന്താ പറഞ്ഞത്? ആ ചോദ്യം കേട്ടാണ് ആബിദ ചിന്തയിൽ നിന്നും ഉണർന്നത്. എങ്ങനെ വിളിക്കാതിരിക്കും ഉമ്മ? അമ്മാതിരി പറഞ്ഞല്ലേ നിങ്ങളെ മരുമോള് കാണിച്ചത്. അവരെ രണ്ടുപേരും കൂടി എല്ലാ കാര്യങ്ങളും റാഫിക്കാനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. ഇനി എന്നെ വിളിച്ചു പറയാനൊന്നും ബാക്കിയില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇല്ലെങ്കിൽ എനിക്ക് ഇനി ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. നബീസ് ഒന്ന് മൂളി. എന്നാൽ മക്കളെയും വിളിക്കുക. അവരെ അവിടെ ആക്കിയതിന് ശേഷം പെട്ടെന്ന് തിരിച്ചു പോലും ചെയ്യാം. ആബിദ അതിന് തലയാട്ടി. ജമാലെ, നീ വരുന്നില്ലേ? വേണ്ട, അവരെ കൊണ്ടുപോകണ്ട. എന്തോ ഓർത്തുകൊണ്ട് നബീസ് പറഞ്ഞു. ആബിദ പതിയെ തലയാട്ടി. എന്നാൽ നീ പോയി അവരെ വിളിച്ചു കൊണ്ടുവാ. രണ്ടും ലൈലയുടെ വീട്ടിലുണ്ട്. ആബിദ നേരെ അങ്ങോട്ട് ചെന്നു. അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സനമോളും വഫമോളും അവരുടെ പിന്നാലെ നടന്നു വരുന്നുണ്ടായിരുന്നു. 10 മിനിറ്റുകൾക്കുള്ളിൽ 4 പേരും ആശുപത്രിയിലേക്ക് തിരിച്ചു. സനക്കും വഫക്കും എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അമ്മായും ഉമ്മമ്മയും എങ്ങനെ പ്രതികരിക്കുമെന്ന് പേടിയുള്ളത് കൊണ്ട് തന്നെ അവർ 2 പേരും ഒന്നും മിണ്ടാതെ കൂടെയിരുന്നു. കുറച്ച് സമയത്തെ ഓട്ടത്തിന് ശേഷം ഓട്ടോറിക്ഷ ലിസി ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ആ, വെയിറ്റിംഗ് ചാർജ് തരേണ്ടത് കേട്ടോ. പിന്നെ ചാർജ് പറയുമ്പോൾ കുറ്റം പറയരുത്. അതൊക്കെ തരാം. ഈ വണ്ടിയിൽ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകാമെന്ന് കരുതിയിട്ടാണ്. ഓട്ടോ ഡ്രൈവർ പതിയെ തലയാട്ടി. പറയേണ്ടതുപോലെ പറഞ്ഞില്ലെങ്കിൽ നബീസത്ത പൈസ തരില്ല എന്ന് അയാൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. നബീസും ആബിദയും കുട്ടികളെയും കൂട്ടി സാബിയെ അഡ്മിറ്റ് ചെയ്ത മുറിയിലേക്ക് നടന്നു. ആഹാ, 2 ആളും ഉണ്ടല്ലോ. ലൈല മക്കളെ കണ്ടപ്പോൾ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. അവൾ ഉമ്മയും ആബിദയും കണ്ട ഭാവം പോലും നടിച്ചില്ല. സെലീനയും അങ്ങനെ തന്നെ ചെയ്തു. സാബി മയങ്ങിക്കിടക്കുകയായിരുന്നു. നല്ല വേദനയുണ്ടായിരുന്നു. ഇപ്പോൾ മരുന്ന് കൊടുത്തതാണ്, അതാണ് മയക്കം. സെലീന പറഞ്ഞത് കേട്ട് അത് നന്നായി എന്ന് 2 പേരും ഓർത്തു. ഏതായാലും ഈ സമയത്തെങ്കിലും നിങ്ങൾ 2 പേരും നല്ലത് നന്നായി. അല്ലെങ്കിലേ നാട്ടുകാർ പലതും പറഞ്ഞേനെ. അർത്ഥം വെച്ച് ലൈല അത് പറഞ്ഞപ്പോൾ ആബിദ ദേഷ്യത്തോടെ നോക്കി. ആ, എന്തായാലും കാര്യങ്ങളൊക്കെ പൊടിപ്പും നിങ്ങളും വെച്ച് എത്തേണ്ട സ്ഥലത്തെല്ലാം എത്തിക്കാം. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ആ പറഞ്ഞത് തന്നെക്കുറിച്ചാണെന്ന് ലൈലയ്ക്ക് മനസ്സിലായി. ആ മോളെ, ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും മോളെ. അല്ലെങ്കിലേ പലരും ആളത്തുനിന്ന് പുറത്തിറങ്ങില്ല. ഉരുളക്കുപ്പേരി പോലെയായിരുന്നു ലൈലയുടെ മറുപടി. അതോടെ ആബിദ മൗനം പാലിച്ചു. ലൈലയോട് പറഞ്ഞു ജയിക്കാൻ കഴിയില്ല എന്ന് നല്ലതുപോലെ അവൾക്ക് അറിയാമായിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ പോട്ടെ, നബീസു പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയാൽ എങ്ങനെയമ്മ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? കടുത്ത സ്വരത്തിൽ സെലീന ചോദിച്ചു. തൻ്റെ മൂത്ത മരുമകളുടെ ഭാവമാറ്റം കണ്ട് നബീസു അമ്പരപ്പോടെ തൻ്റെ മകളെ നോക്കി. സാബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഉമ്മാനെ ഞങ്ങൾ പോകാൻ സമ്മതിക്കൂല. സെലീന അതും പറഞ്ഞതോടെ നബീസുവിൻ്റെ മിണ്ടാട്ടം മുട്ടി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആബിദയെ നോക്കി. സാബിക്ക് ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ 2 പേരും വീട്ടിലില്ല. സ്വാഭാവികം. ജമാൽ കല്യാണം കഴിക്കാൻ പോയതായിരുന്നു. ഞങ്ങൾ 2 പേരും നിങ്ങളെ മാറി മാറി വിളിച്ചു. അപ്പോഴും നിങ്ങൾ ആരും ഫോൺ എടുത്തില്ലല്ലോ. നിങ്ങളെ ഫോണൊക്കെ എവിടെയിരുന്നു? നിങ്ങൾ ഇളയ മരുമോളെ കാര്യത്തിലേ
നിങ്ങൾക്കില്ലാത്ത ഉത്തരവാദിത്വമൊന്നും ഞങ്ങൾ രണ്ടുപേരും കാണിക്കേണ്ട കാര്യമില്ല. ആ ചോദ്യത്തിന് രണ്ടുപേർക്കും മറുപടിയൊന്നും ഉണ്ടായില്ല. നബീസും ആബിദയും എന്ത് പറയണമെന്ന് അറിയാതെ പരസ്പരം നോക്കി. ഞങ്ങൾ രണ്ടുപേരും സാബിയെ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, പണം എങ്ങനെ അടക്കുമെന്ന് പോലും നിങ്ങൾ ചിന്തിച്ചില്ല. ഇവിടെ എത്ര രൂപയെന്ന് പോലും നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഓളെ? പെട്ടെന്ന് നബീസ് ചോദിച്ചു. ലൈലയും സെലീനയും അബ്മരപ്പോടെ അവരെ നോക്കി. അപ്പുറത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയിരുന്നെങ്കിൽ ഇത്രയൊന്നും പൈസ ആകില്ലായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെന്നല്ലേ ഓളെങ്ങോട്ട് കൊടുന്നത്. ആ ഉമ്മ, ഒരു കാര്യം ചെയ്യുക, ഇനി ആബിദക്ക് ഗർഭം ഉണ്ടാവുമ്പോഴേ നിങ്ങൾ ഉമ്മ പറഞ്ഞ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി കേട്ടോ. ആബിദയുടെ മുഖം വിളറി. ഉമ്മ എന്തിനാണ് ഇതൊക്കെ പറയാൻ പോകുന്നത് എന്നായിരുന്നു അവളുടെ ചിന്ത. അവൾ പതിയെ ഉമ്മയുടെ കാലിൽ ചവിട്ടി. നബീസു മൗനം പാലിച്ചു. ഈ റൂമിൽ എത്രയാണ് ഒരു ദിവസത്തെ വാടക എന്നറിയോ? നിങ്ങൾക്കറിയോ? രണ്ടുപേരും അതിനുള്ള മറുപടിയൊന്നും പറഞ്ഞില്ല. ICUയിൽ കിടക്കുന്നതിന് പകരമാണ് ഈ മുറി. ഒരു ദിവസം എന്തോ ആലോചിച്ച് ലൈല സംസാരം നിർത്തി. അല്ലെങ്കിൽ തന്നെ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഞാൻ ജമാലിനെ വിളിച്ചോളാം, അവനാണല്ലോ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം. സാബിയെ ഈ ഒരു അവസ്ഥയിലിട്ടിട്ട് ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ ഓനെ ആദ്യ രാത്രി ആഘോഷിക്കാമെന്നൊന്നും ഓൻ വിചാരിക്കണ്ട. പോലീസ് തിരിഞ്ഞു വരുമ്പോൾ പഠിച്ചോളും. പോലീസോ? എന്തിന്? അതിനെന്താ ഓൻ ചെയ്തത്? നെട്ടലോടെ നബീസ് ചോദിച്ചു. ആബിദയും ശരിക്കും ഭയന്നു. നിങ്ങളോട് ലിസി ഡോക്ടർ നേരത്തെ ചെക്കപ്പിന് വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, എന്നിട്ട് നിങ്ങളെന്താ ചെയ്തത്? നബീസുവിന് മറുപടിയൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ പോട്ടെ, അവിടെ കുട്ടികൾ തനിച്ചാണ്. ലൈല ഒന്ന് മൂളി. രണ്ടുപേരും ആശ്വാസത്തോടെ പുറത്തേക്ക് നടന്നു. തള്ളയും മോളും ശരിക്കും പേടിച്ചിട്ടുണ്ട്. ഇത് അവർ ജമാലിനോട് പറയുന്നത് ഉറപ്പാണ്. മിക്കവാറും രാത്രി തന്നെ അവനെ ഇങ്ങോട്ട് വരികയും ചെയ്തു. പെട്ടെന്നാണ് സെലീന എന്തോർത്തത്. അല്ല, സാബിയുടെ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, നമ്മളെ കുട്ടികളെ അവൾ ഒറ്റയ്ക്കല്ലേ, എന്താ ചെയ്യുക? ഇത്ത പേടിക്കണ്ട, എല്ലാത്തിനും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉമ്മാനെയും അനിയത്തെയും അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മക്കൾ 4 പേരും അവനെ നോക്കിക്കോളും. അതോടെ സെലീനയ്ക്ക് ആശ്വാസമായി. സനയും വഫയും പേടിച്ച് രണ്ട് സാബിയോട് അടുത്ത് നിൽക്കുന്നത് അവർ കണ്ടു. തങ്ങൾ സംസാരിച്ചത് മുഴുവനും ആ കുഞ്ഞു മക്കൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഓർത്തതും സെലീന വേദനയോടെ ലൈലയെ നോക്കി. ഞാൻ അവർക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കട്ടെ, പാവം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. സെലീന ചോദിച്ചത് കേട്ട് ലൈല തലയാട്ടി. അവൾ വേഗം കുട്ടികളെയും കൊണ്ട് കാന്റീനിലേക്ക് പോയി. മക്കൾക്ക് എന്താണ് വേണ്ടത്? പിന്നെ ഉമ്മാക്കൊന്നുമില്ല കേട്ടോ, ഉമ്മ ഉറങ്ങാണ് കേട്ടോ. ഉമ്മ എണീച്ചിട്ട് നിങ്ങളോടൊക്കെ സംസാരിക്കട്ടോ, മക്കൾ പേടിക്കണ്ട. നിങ്ങൾക്ക് എന്താ മക്കളെ വേണ്ടി? രണ്ടുപേരും കൊതിയോടെ പലഹാരപാത്രത്തിലേക്ക് നോക്കുമ്പോൾ സെലീന അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തു. സാധനങ്ങൾ വന്നപ്പോൾ രുചിയോടെ അവർ കഴിക്കുന്നത് നോക്കിയിരിക്കെ സെലീനയുടെ കണ്ണുകൾ നനഞ്ഞു. തൻ്റെ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ഹോട്ടലിൽ കൊണ്ടുപോകാറുണ്ട്, പക്ഷേ ഇതുവരെ ഈ കുട്ടികളുടെ കാര്യം ഞാൻ ഓർത്തിട്ടില്ല. ഓർത്താലും വലിയ കാര്യമില്ല, ഉമ്മ അതിന് സമ്മതിക്കൂല. ഈ കുഞ്ഞു മക്കൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. മൂത്തുമ്മക്കൊന്നും വേണ്ടേ? മോളുടെ ചോദ്യം കേട്ടപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്നും ഉണർന്നത്. അവൾ വേഗം ചായ കുടിക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തതിന് ശേഷം സെലീന അവരെയും കൊണ്ട് തിരിച്ച് റൂമിലേക്ക് പോയി. അതിനിടയിൽ മക്കൾ അവരോട് സംശയങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കേട്ട് അവൾ ക്ഷമയോടെ മറുപടി പറഞ്ഞു. അവർ റൂമിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ ഡോക്ടറും സംഘവും പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയായിരുന്നു. ഇത്ര സ്പീഡിൽ റിക്കവർ ആവുമെന്ന് ഞങ്ങൾ പോലും കരുതിയില്ല. വരുമ്പോൾ എന്തായിരുന്ന അവസ്ഥ? ഇപ്പോൾ ഏതായാലും അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ നാളെ വൈകിട്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. പക്ഷെ നല്ലതുപോലെ റെസ്റ്റ് വേണ്ടി വരും കേട്ടോ. ലിസി ഡോക്ടർ പറഞ്ഞത് കേട്ട് ലൈല തലയാട്ടി. ഡോക്ടറും നഴ്സുമാരും പോയതിനു ശേഷം സെലീന അവളെ നോക്കി. ഇപ്പോൾ ഞങ്ങൾ വന്നല്ലോ, നീ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. എന്തായാലും റാഫിയാളെന്നെ വിളിച്ചതുകൊണ്ടേ പ്രയോജനം ഉണ്ടായി. എത്ര പെട്ടെന്നാണ് തള്ളയും മോളും വന്നത്. ഞാൻ വിളിച്ചു പറഞ്ഞതിൻ്റെ മെച്ചാണ്. ലൈല പറഞ്ഞത് കേട്ട് സെലീനയ്ക്ക് ചിരി വന്നു. ആ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് അവൾക്കും അറിയാമായിരുന്നു. അവളുടെ മുൻപിൽ വെച്ച് തന്നെയാണ് ലൈല റാഫിക്ക് ഫോൺ ചെയ്തതും കാര്യങ്ങൾ പറഞ്ഞതും. റാഫി നല്ലൊരാളാണ്. മോൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമായിരിക്കും ഓലും ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിലൊന്നും വരൂല. അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സെലീനയുടെ ഫോൺ ശബ്ദിച്ചു. ജമാലിൻ്റെ നമ്പറാണെന്ന് കണ്ടതും അവൾ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ലൈലയ്ക്ക് കൂടി കേൾക്കാനായി ലൗഡ് സ്പീക്കറിലിട്ടു.
അസ്സലാമു അലൈക്കും ഇത്ത. വലൈക്കും അസ്സലാം. സെലീന സലാം അടക്കി. ഇപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? കുഴപ്പമൊന്നുമില്ല എന്ന് ഉമ്മ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ? ഇല്ല. പെട്ടെന്ന് സെലീന മറുപടി പറഞ്ഞു. ഇനിയിപ്പോൾ ആരും വരണമെന്നില്ല, ഞാൻ സംസാരിക്കാം. പെട്ടെന്ന് ലൈല ഇടയിൽ കയറി. അല്ല, ഇനി എന്താ ഇങ്ങോട്ട് വരാത്തേ? ഇതിൻ്റെ ഉത്തരവാദിത്തമൊക്കെ എനിക്കല്ലേ? ലൈലയുടെ ചോദ്യം കേട്ടപ്പോൾ അവനൊന്ന് പതുങ്ങി. ഇത്ത, ബില്ലൊക്കെ ഞാൻ ഗൂഗിൾ പേ നിങ്ങളെ ഫോണൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പോരെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ കിടക്കുന്നത് നിൻ്റെ ഭാര്യയാണ്, അല്ലാതെ എൻ്റെ ഉമ്മയല്ല. ഉമ്മാക്കാണെങ്കിൽ മക്കൾ എല്ലാവരും ഉണ്ടാവും. എൻ്റെ ഭാര്യയ്ക്കോ? മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരുന്നതാണ് എനിക്ക് നല്ലത്. അതോടെ ജമാലിൻ്റെ മുണ്ടാട്ടം മുട്ടി. ജാസ്മിൻ എല്ലാം കേട്ടുകൊണ്ട് തൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്ന് അവൻ ഓർത്തു. അറിയാതെ അവൻ്റെ നോട്ടം അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖം ചുവന്ന് തുടുക്കുന്നത് അയാൾ കണ്ടു. ഞാൻ വരാം. അവൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്ത് കളഞ്ഞു. ലൈല ചിരിയോടെ സെലീനയെ നോക്കി. അവനും കുറച്ച് ടെൻഷനാവട്ടെ, അവൾ കുറച്ച് സ്ട്രോങ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. എന്തായാലും എന്ത് കാര്യത്തിനാണ് ഓനിത് ചെയ്തത്? വല്ലാത്തൊരു ആളെന്നെ. ഓൻക്ക് നല്ലതുപോലെ ഓലെ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞൂടെന്നാ. ഓൾക്കും അതേപോലെ ഒരു ഭർത്താവും കുഞ്ഞുണ്ടല്ലോ. അങ്ങനെയാണ് ഇക്ക പറഞ്ഞത്. അവർ രണ്ടുപേരെ ഒഴിവാക്കിയാണ് ഈ മരപ്പൊട്ടൻ്റെ കൂടെ അവൾ ഇറങ്ങി വന്നിരിക്കുന്നത്. നമ്മുടെ ജമാലും ഒട്ടും മോശമല്ലല്ലോ. എന്തോ ഓർത്തുകൊണ്ട് സെലീന പറഞ്ഞു. 2 കുട്ടികളെയും ഭാര്യയും ഒഴിവാക്കിയിട്ടാണല്ലോ അവൻ അവളെ നിക്കാഹ് ചെയ്തത്. ഇതൊന്നും അധികകാലം ഓടില്ലടി. ഇങ്ങനെ എത്ര പേര് കുടുംബക്കാരെ മുഴുവനും കണ്ണീര് കുടിപ്പിച്ച് കല്യാണം കഴിച്ചിരിക്കുന്നു. 1-2 കൊല്ലം കഴിയുമ്പോൾ അവൻ തല്ലി പിരിയും, അല്ലാതൊന്നും സംഭവിക്കില്ല. ലൈല പറഞ്ഞു. ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് സാബിൻ്റെയും മക്കളെയും കാര്യം മാത്രമാണ്. ബാക്കിയൊക്കെ ഓലെ എന്തെങ്കിലും ചെയ്തോട്ടെ. നാളെ അല്ലെങ്കിലും മറ്റന്നാളെ ഇവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്യും. സാബിയെ നമുക്ക് അങ്ങോട്ട് മാറ്റാം. 40 ദിവസം അവിടെ തന്നെ നിൽക്കാം. അപ്പോഴേക്കുള്ള ആരോഗ്യമൊക്കെ ഒന്ന് തിരിച്ചു കിട്ടും. നല്ല റെസ്റ്റും ഉണ്ടാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കണം. അങ്ങനെ കഴിയാൻ പറ്റൂലല്ലോ. നിൻ്റെ ആങ്ങളെ വിചാരിച്ച എന്തെങ്കിലും നടക്കൂലേ? പ്രതീക്ഷയോടെ സെലീന ചോദിച്ചു. ലൈലയുടെ ആങ്ങള ചാരിറ്റിയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്ന ആളാണ്. അയാൾ വിചാരിച്ചാൽ ജോലി കിട്ടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ജോലിയൊക്കെ കിട്ടും, പക്ഷേ കുട്ടികളെ കാര്യം കഷ്ടം. ചെറിയ 2 മക്കളെയും കൊണ്ട് ചെയ്യാൻ പറ്റിയ ജോലികൾ കുറവായിരിക്കും. ഏതായാലും 1 മാസം സമയമുണ്ടല്ലോ. അതിനുണ്ടെങ്കിൽ അല്ലേ പഠിച്ചവൻ എന്തെങ്കിലും വഴി കാണിച്ചു കൊടുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മക്കൾ 2 പേരും സാബിയുടെ അടുത്ത് പോയി നിൽക്കുന്നത് അവർ കണ്ടു. സാബി അപ്പോഴും മഴക്കത്തിൽ തന്നെയായിരുന്നു. മൂത്തുമ്മ, ഉമ്മച്ചി എന്താ എഴുന്നേൽക്കാത്തത്? വഫമോൾ സനയോട് ചോദിക്കുന്നത് അവർ കേട്ടു. സെലീന 2 പേരെയും തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു. മോളു, ഉമ്മച്ചി ഉറങ്ങാട്ടോ. ഉമ്മച്ചിൻ്റെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞുവാവ മരിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങളെ കൂടെ കളിക്കാൻ കുഞ്ഞുവാവ ഉണ്ടാവൂലേ? ആ ചോദ്യം കേട്ടപ്പോൾ 2 പേരും വല്ലാതെയായി. വീട്ടിൽ വെച്ച് ഉമ്മയും ആബിദയും സംസാരിക്കുന്നത് കുട്ടികൾ കേട്ട് കാണുമെന്ന് അവർക്ക് തോന്നി. മൂത്തുമ്മ, ഉപ്പച്ചിൻ്റെ കൂടെ ഒരു താത്ത വന്നല്ലോ. ഇനി ഞങ്ങളെ ഒന്നും ഉപ്പച്ചിക്ക് വേണ്ട എന്ന് മിന്നു പറഞ്ഞല്ലോ. ഞങ്ങളിനി എങ്ങോട്ടാണ് പോകുന്നത് മൂത്തുമ്മ? മിന്നു പറയുന്നതൊക്കെ സത്യ? ഉപ്പച്ചിക്ക് ആ താത്തയും മതിയെന്നും ഞങ്ങളെയൊന്നും വേണ്ടെന്ന് പറഞ്ഞൊക്കെ സത്യമാണ്? ലൈലയും സെലീനയും അറിയാതെ അവരുടെ കണ്ണിൽ നോക്കി. ചെറിയ മക്കളാണെങ്കിലും 2 പേർക്കും നല്ല ബുദ്ധിയുണ്ട്. ചെറിയ മക്കൾക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അവരുടെ വീട്ടിൽ വെച്ച് മറ്റു കുട്ടികൾ സംസാരിക്കുന്നത് കൂടി അവർ കേട്ടു കാണും. കുട്ടികളെ തെറ്റു പറയാൻ പറ്റില്ല. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ അതൊക്കെ സത്യമാണെന്ന് അവർ വിശ്വസിക്കും. പിന്നെ അത് നിങ്ങളെ പറ്റിക്കാനായി പറഞ്ഞതായിരിക്കും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്താലേ നമുക്ക് പുതിയ വീട്ടിലേക്ക് പോവാം. 1 മാസം അവിടെ ആയിരിക്കും. മൂത്തമ്മ ഞങ്ങളെ പറ്റിക്കാനായി പറയാണ്. ഞങ്ങളെ ആർക്കും വേണ്ടെന്ന് എല്ലാവരും പറഞ്ഞല്ലോ. ഞങ്ങളെ ആർക്കും വേണ്ടാത്ത കുട്ടികളൊക്കെ നിൽക്കണ്ട, അങ്ങോട്ട് അയക്കുമെന്നും പറഞ്ഞു. ഞങ്ങളെ ആർക്കും വേണ്ട. ആർക്കും ഞങ്ങളോട് ഇഷ്ടമില്ല. ഉപ്പച്ചിക്കും ഉമ്മമ്മക്കും അമ്മായിക്കും ഒന്നും ഞങ്ങളോട് സ്നേഹമില്ല. ഞങ്ങൾക്ക് ആരും മിഠായി പോലും തരാറില്ല. ഞങ്ങളെ ഉമ്മച്ചിനോടും ആർക്കും സ്നേഹമില്ല. കരഞ്ഞുകൊണ്ടായിരുന്നു സനമോളത് പറഞ്ഞത്. സെലീനയും ലൈലയും അറിയാതെ 2 മക്കളെയും ചേർത്ത് പിടിച്ചു. ഇതേ സമയം സാബി കണ്ണുകൾ തുറന്നിരുന്നു. മക്കൾ പറയുന്നത് അവൾ ശരിക്കും കേൾക്കുകയും ചെയ്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാനും എൻ്റെ മക്കളും എന്ത് തെറ്റ് ചെയ്തു പഠിച്ചോനെ എന്നായിരുന്നു അവളുടെ ആ കരച്ചിലിൻ്റെ അർത്ഥം. അങ്ങനെയൊന്നും ഇല്ല മക്കളെ, അതൊക്കെ അവർ നിങ്ങളെ പറ്റിക്കാനായി പറയുന്നതാ. ഇവിടെ എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും മുത്തുമ്മ?
ലൈല പറഞ്ഞത് കേട്ടപ്പോൾ അത്ഭുതത്തോടെ സനമോൾ ചോദിച്ചു. അവൾ പതിയെ തലയാട്ടി. മക്കളെ ഓരോന്ന് ചോദിച്ച് വെറുതെ ഉമ്മയെ കൂടെ വിഷമിപ്പിക്കണ്ട കേട്ടോ. എല്ലാം ശരിയാവും, ഞങ്ങൾ കൂടെയുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടുകിടക്കുകയായിരുന്നു സാബി. പെട്ടെന്നാണ് താൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നവൾക്ക് ഓർമ്മ വന്നത്. എത്രയോ സ്ത്രീകൾ ബ്ലീഡിംഗ് ഉണ്ടായി മരിച്ചുപോയിരിക്കുന്നു. കുറേ സ്ത്രീകൾ പ്രസവത്തിൽ മരണപ്പെടുന്നു. തനിക്ക് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നത് സത്യമാണ്. അത് വിധിയാണെന്ന് കരുതിയാൽ മതി. പടച്ചവൻ ഏറെ ഇഷ്ടമുള്ളവരെ ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അത് അവരുടെ ഈമാനിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ തന്നോട് പടച്ചവന് ഏറെ ഇഷ്ടമുണ്ട്. അൽഹംദുലില്ലാഹ്, അവൾ പതിയെ പറഞ്ഞു. മനസ്സിൽ വിഷമമുണ്ടായിരുന്നെങ്കിലും അവൾക്ക് ധൈര്യം തിരിച്ചു വരാൻ തുടങ്ങി. ഇതുവരെ തൻ്റെ ഭർത്താവ് തന്നെ കാണാൻ വന്നില്ലല്ലോ എന്ന് അവളുടെ സംസാരത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി. അയാൾക്ക് തന്നെ ആവശ്യമില്ല, തൻ്റെ മക്കളെയും ആവശ്യമില്ല. ഇപ്പോൾ സമയം എന്തായി കാണുമെന്ന് അവൾ ഓർത്തു നോക്കി. ഇക്കയും ജാസ്മിനും തമ്മിലുള്ള നിക്കാഹ് കഴിഞ്ഞു കാണും. ആഹാ, സാബി കണ്ണു തുറന്നല്ലോ. ആ വാക്കുകൾ കേട്ട് അവൾ തല ചിരിച്ചു നോക്കി. സെലീന തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൾ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. സെലീന അവളുടെ അടുത്തേക്ക് ചെന്ന് തലയിൽ തലോടി. ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ പെണ്ണെ. ശരിക്കും പേടിച്ചു കേട്ടോ. എന്നാലും സാരമില്ല, ഇപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നാളെ തന്നെ പോകാം. എങ്ങോട്ട് അറിയാതെ സാബി ചോദിച്ചു പോയി. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട സാബി, എല്ലാം ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. നിനക്ക് നല്ല റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 1 മാസം ഒന്നും അറിയാതെ വിശ്രമിക്കാനുള്ള സ്ഥലം സെറ്റാണ്. കുറച്ച് പൈസ വേണമെന്നുള്ളൂ, അതൊക്കെ ഞങ്ങൾ ജമാലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കോളാം. നിനക്കും മക്കൾക്കും സുഖമായിട്ട് താമസിക്കാം. സാബിയുടെ കണ്ണുകൾ നനയുന്നത് കണ്ട് ലൈല അങ്ങോട്ട് വന്നു. ഇപ്പോൾ സമയം എത്രയായി? സാബി പതിയെ ചോദിച്ചു. സെലീന സമയം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇക്കാൻ്റെ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? രണ്ടുപേരും അറിയാതെ മുഖത്തോട് മുഖം നോക്കി. ഇത്രയധികം വേദനയുണ്ടെങ്കിലും ഒരു പെണ്ണിനെ അതിലേറെ വേദനിപ്പിക്കുന്നത് അവളുടെ ഭർത്താവിൻ്റെ അവഗണനയും ആണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. സെലീന ഒന്നും അറിയാതെ മൂളി. നിക്കാഹിൻ്റെ തിരക്കിലായതുകൊണ്ടായിരിക്കില്ലേ എൻ്റെ അടുത്തേക്കൊന്നും ഇക്ക വരാത്തത്? സാബി വീണ്ടും ചോദിച്ചു. ഇത്തവണ അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ കരുതി ആശ്വസിക്കുകയാണ് ഞാൻ. ശരിക്കും ഇക്കാക്ക് എന്നെ വേണ്ട. പെൺകുട്ടികൾ മാത്രം ഉണ്ടാകുന്നത് എൻ്റെ കുറ്റാണോ ഇത്ത? അത് പടച്ചവൻ നൽകുന്നതല്ലേ. കുട്ടികളുടെ കാര്യത്തിൽ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് പെണ്ണുങ്ങളല്ലല്ലോ. നീ പറഞ്ഞതൊക്കെ ശരിയാണ് സാബി, പക്ഷേ എന്താ ചെയ്യുക? ഈ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. തൽക്കാലം എല്ലാം മറന്നേക്ക്. ഇനി നിൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടാനുള്ള വഴികൾ നോക്ക്. നിനക്ക് ഈ മക്കളെ നോക്കണ്ടേ? സെലീന പറഞ്ഞത് കേട്ട് അവൾ ഒന്ന് മൂളി. ഇത്ത, ഇന്ന് അവരെ ആദ്യ രാത്രി ആയിരിക്കില്ലേ? ആ ചോദ്യം കൂടി കേട്ടതോടെ സെലീന അറിയാതെ വിരുമ്പി. അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി. സാബി, ഈ അതൊന്നും ആലോചിക്കണ്ട, ഒന്നും കൂടി റെസ്റ്റ് എടുക്ക്. അപ്പോഴേക്കും ഡോക്ടറും സംഘവും അങ്ങോട്ട് വന്നു. ആഹാ, സാബി ഇപ്പോൾ ഓക്കെ ആണല്ലോ. അവളെ പരിശോധനയ്ക്ക് ശേഷം ലിസി ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ മിടുക്കിയായിട്ടുണ്ട്. നാളെ രാവിലെ ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷം വൈകുന്നേരം വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് തരാം കേട്ടോ. ഡോക്ടർ പറഞ്ഞത് കേട്ട് എല്ലാവരും തലയാട്ടി. ഇത് സാബിയുടെ മക്കളാണോ? ഡോക്ടർ ചോദിച്ചു. അതേ ഡോക്ടർ. മിടുക്കി കുട്ടികൾ. നിങ്ങൾ ഉമ്മയെ കാണാൻ വന്നതായിരിക്കില്ലേ? ഡോക്ടറുടെ ചോദ്യം കേട്ട് വിടർന്ന കണ്ണുകളോടെ സനയും വഫിയും തലകുലുക്കി. ഗുഡ്, നിങ്ങൾ ഉമ്മച്ചിക്കൊരു കുഴപ്പമില്ല കേട്ടോ. അവരുടെ രണ്ടുപേരുടെയും കവളിൽ ഒന്ന് തലോടിയതിനു ശേഷം ലിസി പറഞ്ഞു. ഡോക്ടർ പോയതിനു ശേഷം സാബി സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഇപ്പോൾ വിഷമമൊന്നുമില്ല. എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് എന്ന് കരുതുന്നു. അതിനപ്പുറം പഠിച്ചവന് എന്നെയും മക്കളെയും വലിയ ഇഷ്ടമാണെന്നല്ലേ. ആർക്ക് വേണ്ടെങ്കിലും എന്നെയും മക്കളെയും അവന് വേണ്ടിവരും. നിന്നെ ആർക്കും വേണ്ടെന്ന് ആര് പറഞ്ഞോ? നിന്നെ വേണമെന്നുള്ളത് കൊണ്ടല്ലേ ഞാനും ഇപ്പോഴും നിൻ്റെ കൂടെയുള്ളത്. ഞങ്ങളെ രണ്ടുപേരുടെയും കയ്യിൽ പൈസ ഇല്ലായിരുന്നു. കാര്യം ഞങ്ങൾ ഇക്കാക്കന്മാരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പൈസ അയച്ചെന്നു. അമ്മാലിൻ്റെ തല എങ്ങനെ തിരിഞ്ഞു പോയി. അതോർത്ത് ഈ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഒരു മാസത്തിന് മക്കൾക്കും നിനക്കും താമസിക്കാനുള്ള സ്ഥലം റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ എല്ലാ ശുശ്രൂഷകളും നിനക്ക് കിട്ടും. ഞാനും ഇടയ്ക്ക് വരാം. ഇത് കഴിയുമ്പോഴേക്കും ഈ പയതിനേക്കാൾ ഉഷാറാവും. അന്നേരം എനിക്കൊരു ജോലി ഞങ്ങൾ ശരിയാക്കട്ടോ. പിന്നെ നിനക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാം. എല്ലാ സഹായവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അൽഹംദുലില്ലാഹ്.
സാബി പറഞ്ഞു. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു പോകാൻ തുടങ്ങിയിരുന്നു. മരുന്നിൻ്റെ ഇഫക്റ്റ് മൂലം ഉറക്കം വരുമെന്ന് ഡോക്ടർ അവരോട് സൂചിപ്പിച്ചിരുന്നു. അല്പം കഴിഞ്ഞപ്പോഴും സാബി വീണ്ടും മയങ്ങാൻ തുടങ്ങി. അതോടെ ലൈലയും സലീനയും കുട്ടികളെ ഉറക്കാൻ നിന്നു. രാത്രി വീട്ടിൽ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായെങ്കിലും ഒടുവിൽ നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞു അല്ലേ ജമാൽക്ക? ഇനി ജാസ്മിൻ ജമാലിൻ്റെ സ്വന്തം അല്ലേ ഇക്ക? ആ ചോദ്യം കേട്ട് ജമാൽ മൊബൈലിൽ നിന്ന് മുഖമുയർത്തി. കുളി കഴിഞ്ഞ് വളരെ മനോഹരമായ ഒരു നൈറ്റ് ഗൗൺ അണിഞ്ഞ് ജാസ്മിൻ നിൽക്കുന്നത് അയാൾ കണ്ടു. അയാൾ അറിയാതെ മൊബൈൽ ബെഡിലേക്ക് വെച്ചു. എന്നിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. ഓ പോയി കുളിക്ക് ജമാലിക്ക, കുളിക്കാതെ എൻ്റെ ദേഹത്ത് തൊടാൻ ഞാൻ സമ്മതിക്കില്ല, ജാസ്മിൻ ചിരിയോടെ പറഞ്ഞു. ആ ഏതായാലും കുളിക്കേണ്ടി വരുമല്ലോ, അപ്പോൾ പിന്നെ അന്നേരം കുളിച്ചാൽ പോരെ? അയാൾ ചോദിച്ചത് കേട്ടപ്പോൾ അവൾ ചിരിച്ചു. അങ്ങനെ തരികടൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല മോനെ, മര്യാദക്ക് പോയി കുളിച്ചു വാ. അവൾ ഉന്തിത്തള്ളി അവനെ ബാത്റൂമിലേക്ക് വിട്ടു. മനസ്സില്ലാ മനസ്സോടെയാണ് അവൻ കുളിക്കാൻ കയറിയത്. ബാത്റൂമിൽ കയറിയെന്ന് മനസ്സിലായതും അവൾ വേഗം ജമാലിൻ്റെ ഫോൺ എടുത്തു നോക്കി. പാസ്വേഡ് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ തുറന്ന ഉടനെ വാട്സപ്പ് മെസ്സേജുകൾ നോക്കി. അതായിരുന്നു അവളുടെ ലക്ഷ്യം. തുറക്കാതെ 8-10 മെസ്സേജുകൾ ഉണ്ടായിരുന്നു. അത് ജമാലിൻ്റെ ഇക്കമ്മയുടെയും അളിയൻ്റെയും കൂട്ടുകാരുടെയും നമ്പറാണെന്ന് സേവ് ചെയ്ത പേരുകൾ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. ലൈലത്ത എന്ന നമ്പറിൽ നിന്നും സലീനത്ത എന്ന നമ്പറിൽ നിന്നും മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ജമാൽ തുറന്നു നോക്കിയിട്ടുണ്ട് എന്ന് കണ്ട് അവൾ അത് വീണ്ടും ഓപ്പണാക്കി. 2-3 വോയിസ് വന്നത് അവൾ കേട്ടു. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോഴേക്കും അവൾ മൊബൈൽ വേഗം ബെഡിലേക്ക് തന്നെ വെച്ചു. ഇപ്പോൾ കയറിയതേ ഉള്ളൂ, ഇതെന്ത് കാക്കക്കുളിയാണോ മിസ്റ്റർ? അവളുടെ ചോദ്യം കേട്ട് അയാൾ ചിരിച്ചു. അയാളുടെ ചിരി റൂമിന് പുറത്ത് പതുങ്ങി നിൽക്കുകയായിരുന്നു. നബീസു കേൾക്കുന്നുണ്ടായിരുന്നു. നബീസു അവളുടെ സംസാരം ശ്രദ്ധിച്ച് അവിടെ തന്നെയുണ്ടായിരുന്നു. ഉമ്മാക്കിത് എന്തിൻ്റെ കേടലാണ്, നിങ്ങളെന്തപ്പോൾ മുകളിലേക്ക് പോയത്? ആബിദയുടെ ചോദ്യം കേട്ട് നബീസ് എന്ന് പറഞ്ഞു. എന്താ, എനിക്ക് മുകളിലേക്ക് പോകാനൊന്നും പാടില്ലേ? അതിന് എനിക്ക് എൻ്റെ സമ്മതം വേണോ? ആബിദ ഉമ്മയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഉമ്മ, നിങ്ങൾ സാബിനോട് കളിക്കണ പോലെ ഓളോട് കളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഈ ജാസ്മിനെ കുറച്ച് വിളഞ്ഞ വിത്താ. സാബിൻ്റെ അടുത്ത് ചിലവായതൊക്കെ അവളെ ചിലപ്പോൾ ഒടിച്ച് മടക്കി എറിയും. പറഞ്ഞതൊന്നും വേണ്ട. പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് നബീസു അവരുടെ മുറിയിലേക്ക് ചെന്നു. ഇതേ സമയം ജാസ്മിൻ ജമാലിൻ്റെ നെഞ്ചിൽ പതിഞ്ഞു കിടന്നുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ ഉമ്മ ആളത്ര വെടുപ്പൊന്നല്ല കേട്ടോ. വർത്താനം പെരുമാറ്റം കണ്ടാൽ തന്നെ സ്വഭാവം അറിയാൻ പറ്റും. പെങ്ങളും മോശമല്ല. ഉമ്മാൻ്റെ കുറേ സ്വഭാവമൊക്കെ ഓൾക്കും കിട്ടിയിട്ടുണ്ട്. 2 പേർക്കും എന്നോട് നല്ലതുപോലെ നിന്നാൽ കൊള്ളാം. അല്ലെങ്കിലേ ഈ ജാസ്മിൻ ആരാണെന്ന് ഓല് 2 പേരും അറിയും. അതൊക്കെ നീ വേണ്ടതുപോലെ ചെയ്തോ. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.